അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാവിലെ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം വേറെ വീഡിയോ ഒന്നും ചെയ്തില്ല. അതെന്ന് പറഞ്ഞ് ഇച്ചിരി തിരക്കായിപ്പോയി. അപ്പം പുതിയ പുതിയ വാർത്തകൾ തുടരും എന്ന ചിത്രത്തിൻ്റെ പുതിയ വാർത്തകൾ വരുന്നുണ്ട്. വാർത്തകളെല്ലാം ഒന്നുപോലെ തന്നെ. കാരണം ഇന്ന് ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥ. കാരണം ഈ ചിത്രം ഇറങ്ങിയതിന് ശേഷം ഏറ്റവും വലിയ കളക്ഷൻ നേടാൻ പോകുന്നത് ഇന്ന് ആണ് എന്നുള്ളത് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. കാരണം ഇപ്പം തന്നെ ഇതിൻ്റെ ആദ്യ ദിവസത്തെ കളക്ഷനും രണ്ടാം ദിന കളക്ഷനും ഒക്കെ തന്നെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റുന്നത്. അപ്പോൾ ഒരു ചിത്രത്തിൻ്റെ ആദ്യ ദിന കളക്ഷനേക്കാൾ കൂടുതൽ രണ്ടാം ദിന കളക്ഷനേക്കാൾ കൂടുതൽ മൂന്നാം ദിനവും വരുമ്പോൾ ആ ചിത്രം ഏത് ലെവലാണ് പോകുന്നത് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകത്തേ ഉള്ളൂ. അതുപോലെ തന്നെ അല്പം തലയ്ക്കകത്ത് എന്തോന്നുള്ളവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അല്ലേ? അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കത് കൃത്യമായിട്ട് അത് മനസ്സിലാകും. കാരണം കൃത്യമായിട്ടുള്ള കണക്കുകൾ പലതും കൃത്യമല്ല എന്നുള്ളതാണ് വേറൊരു സത്യം. കാരണം ഇതിൻ്റെ കളക്ഷൻ നമ്മൾ ഏതെങ്കിലും റിപ്പോർട്ട് പ്രകാരം ഇത്ര രൂപ എന്ന് പറഞ്ഞത് അത് കോടികളുടെ വ്യത്യാസം വന്നതാണ് രണ്ടാമത് വരുന്നത്. അപ്പോൾ അത് കൃത്യത വരുന്നില്ല എന്നുള്ളത് ആ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം കളക്ഷൻ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നില്ല ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. അതുതന്നെയാണ് എൻ്റെ അവസ്ഥ. അതുപോലെ ചിത്രത്തിൻ്റെ ആദ്യ ദിനത്തേക്കാൾ കൂടുതൽ തിയേറ്ററുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്, ഷോകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കണക്കുകളെല്ലാം നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ചിലരൊക്കെ പറയും തള്ളു തുടങ്ങി എന്നൊക്കെ പറയും. അവരെ നമ്മൾ വെല്ലുവിളിച്ച് പറയുകയാണ്, ഇത് അല്ലാത്ത വേറെ ഒരു കണക്ക് അവതരിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഒരാൾ എന്നോട് ചോദിക്കുന്നത് കേട്ടു, ഞായറാഴ്ച ദിവസം ഫീറ്റിൻ്റെ പുറകെ ഫീറ്റ് കയറിയിരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു. അനാവശ്യമായ ചോദ്യങ്ങളാണ്. നിങ്ങൾ നമ്മുടെ മനസാക്ഷിയോടൊന്ന് ചോദിക്കുക. തുടരി വന്ന ചിത്രത്തിന് ഞായറാഴ്ച ദിവസം നമുക്ക് ഫീറ്റ് കിട്ടില്ല. അതുതന്നെയാണ് ചെറിയ ഗ്രാമങ്ങളിലുള്ള തിയേറ്ററിൽ പോലും ഫീറ്റ് ഇല്ലാത്ത അവസ്ഥയാണ്. അത് അനുഭവസ്ഥനാണ് ഞാൻ പറയുന്നത്. കാരണം ഒറ്റയിടത്ത് ഫീറ്റില്ല. ഈ ഏതെങ്കിലും തിയേറ്ററിൽ ഫീറ്റ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും ഫ്രണ്ടിലായിരിക്കും. ഇങ്ങനെ ഇരുന്ന് നോക്കേണ്ടി വരും. ആ അവസ്ഥയാണ്. അത് ആർക്കും വേണ്ടാതെ കിടക്കുന്ന സീറ്റുകളാണ്. അല്ലാതെ ഒറ്റ ഫീറ്റ് നിലവിലില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ചിലർക്ക് ഇപ്പോഴും കുരുപൊട്ടൽ തുടങ്ങി. അത് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവരുടെ മനസ്സിൻ്റെ വേദനയാണ് അവർ കമൻറ്റിലൂടെ പറയുന്നത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഇന്നത്തെ ഇന്നലത്തെ കളക്ഷനും ഒക്കെ ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം നമ്മുടെ കണക്കൂട്ടലെല്ലാം തെറ്റിക്കൊണ്ടാണ് കളക്ഷൻ കൃത്യമായിട്ടുള്ള വിവരം വരുമ്പം പുറത്തു വരുന്നത്. കാരണം ആദ്യ ദിനം 17,18,00,000 രൂപ നേടിയതായിട്ടാണ് പറയുന്നത്. 17,18,00,000 രൂപ നേടിയതായിട്ട് ഔദ്യോഗികമായി കണക്ക് വരുന്നുണ്ട്. അതുപോലെ 25,20,00,000 രൂപയാണ് ഇന്നലെ ഒരു ദിവസം ഇത് ചിത്രം വേൾഡ് വൈഡായിട്ട് കളക്ട് ചെയ്തത്. അപ്പം അതിൻ്റെ കണക്ക് ഇങ്ങനെയാണ്. ഇന്ത്യയിൽ നിന്ന് മാത്രമായി 15,40,00,000 രൂപയും ഓവർസീസിൽ നിന്ന് 3.16 മില്യൺ കളക്ട് ചെയ്തിട്ടുണ്ട് ഓവർസീസിൽ നിന്ന്. അവിടുന്ന് 26,98,00,000 രൂപയാണ് അവിടുന്ന് കളക്ട് ചെയ്തത്. അങ്ങനെ ടോട്ടൽ 42,40,00,000 രൂപ കളക്ട് ചെയ്തതായിട്ടാണ് വാർത്ത വരുന്നത്. 42,40,00,000. അപ്പം ട്വിറ്ററിലായാലും യൂട്യൂബിലായാലും അപ്പം ട്രാക്കർമാരായാലും എല്ലാവരും തന്നെ ഏകദേശം ഈ കളക്ഷനോട് ബന്ധപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. രജപുത്ര ഔദ്യോഗികമായിട്ട് കണക്കുകളൊന്നും പുറത്തു വിട്ടിട്ടില്ലെങ്കിലും 42,40,00,000 നേടിയതായിട്ടാണ് മിക്കവാറും ട്വിറ്ററുകളിൽ നമ്മൾ കാണുന്നത്. ട്രാക്കർമാർ പറയുന്ന റിപ്പോർട്ടും ഏകദേശം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മൾ ഏകദേശം 40 പ്രതീക്ഷിച്ചെങ്കിലും 42-40 ആണ് മാറിയത്. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പം 50 കോടി കളക്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ ദിവസം കളക്ട് ചെയ്യാൻ പോകുന്നപ്പം പലരും ചിലപ്പം ലാലേട്ടന് ഇഷ്ടപ്പെടുന്നവർ വിചാരിക്കാം, തള്ള് തുടങ്ങി എന്ന് വിചാരിക്കും. അപ്പം നിങ്ങൾക്കൊന്നും യാതൊരു ജോലിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ടൊരു കമൻറ്റ് ഇട്ട്, ആർക്കും എപ്പം വേണമെങ്കിലും വീഡിയോ ചെയ്യാം എന്നും കമൻറ്റ് ഇടുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് തള്ളല്ല, ഇത് യാഥാർത്ഥ്യമായിട്ട് ബന്ധപ്പെടുന്നതാണ്. ഇന്നലെ കൊണ്ട് തന്നെ 42,40,00,000 നേടിയ ഒരു ചിത്രം ഇന്നുകൊണ്ട് സാമാന്യമായ ബോധമുള്ളവർക്ക് മനസ്സിലാകും ഇന്നുകൊണ്ട് അത് 50 കോടി കടക്കും എന്ന് 100% ഉറപ്പാണ്. ഇന്ന് 50 അല്ല കടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം. 50 ഒന്നും അല്ല, ഏകദേശം 75 കോടിക്ക് ഉള്ളിൽ ഇന്ന് നേടും എന്നാണ്. 3 ദിവസം കൊണ്ട് 75 കോടി
വേൾഡ് വൈഡായിട്ട് നേടും എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. ഏകദേശം 30 കോടിക്ക് അടുത്തെങ്കിലും ഇന്ന് കളക്ഷൻ നേടുമെന്നാണ് അറിയാൻ പറ്റുന്നത്. 25 കോടിക്ക് മുകളിൽ ഇപ്പം തന്നെ ഉറപ്പാക്കിയിരിക്കുന്നു. 28 കോടിയെങ്കിലും കിട്ടുമെന്ന് ഉറപ്പാക്കിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ കൃത്യമായിട്ട് 72 കോടി അല്ലെങ്കിൽ 73 കോടിയിലേക്ക് ഇന്ന് കൊണ്ട് 3 ദിവസം കൊണ്ട് തുടരുമെന്ന ചിത്രം എത്തുന്നു എന്ന് പറയുമ്പോൾ ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പലർക്കും കഴിയുന്നില്ല. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരിഷ്ടപ്പെടുന്ന നടന്മാരൊക്കെ തലയും കുത്തി നടന്നിട്ട് നടക്കാത്ത സംഭവങ്ങളാണ് തുടരും എന്ന ചിത്രം നേടുന്നത്. പക്ഷേ എമ്പുരാനേക്കാൾ വലിയൊരു വിജയമാകാനുള്ള സാധ്യതയിലേക്കാണ് ഇത് വരുന്നത്. കാരണം ആർക്കും നെഗറ്റീവ് ഇല്ല. നെഗറ്റീവ് പറയാൻ വേണ്ടി ചിലവർ പറയുന്നു എന്നേ ഉള്ളൂ, അല്ലാതെ നെഗറ്റീവായിട്ട് ഈ ചിത്രമൊന്നുമില്ല. മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വരെ പറയുന്നു ഇതുപോലൊരു ചിത്രം ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ, പിന്നെ അന്ധമായി ചില നടന്മാരെ അനുകരിക്കുന്നവർ, മോഹൻലാലിനെ ഇഷ്ടമില്ലാത്തവരുണ്ട്. അവരാണ് അങ്ങനൊന്നും ഇല്ല എന്ന് സ്വയം സമാധാനിക്കുന്നത്. അവർ സമാധാനിക്കട്ടെ. നമ്മൾ കണക്ക് പറയുന്നുണ്ട്. ഇന്നലെ കേരളത്തിൽ നിന്ന് 8 കോടി 60 ലക്ഷം രൂപയാണ് ഇന്നലെ കളക്ട് ചെയ്തതായിട്ടാണ് ഒരു കണക്ക് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഈ സമയമല്ല 5 മണിക്ക് 8 കോടി 91 ലക്ഷം രൂപ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ഇത് കളക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നൈറ്റ് ഷോയും കൂടെ കഴിയുമ്പോൾ ഏകദേശം 10 കോടിക്ക് മുകളിൽ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഏകദേശം 10 കോടി കേരളത്തിൽ നിന്ന് മാത്രമായി പ്രതീക്ഷിക്കുന്ന ചിത്രം ഇന്നുകൊണ്ട് ഏകദേശം 25 കോടിക്കടുത്ത് എത്താനാണ് സാധ്യത. കേരളത്തിൽ നിന്ന് മാത്രമായി 25 കോടി കടക്കുന്നു എന്നുള്ളതാണ്. പല പ്രമുഖ നടന്മാരുടെയും ചിത്രങ്ങളെല്ലാം 25 കോടി കിടക്കാൻപ്പെട്ട പാട് ചില്ലറയൊന്നും അല്ല എന്ന് നമുക്കറിയാം. ആ സ്ഥാനത്താണ് 3-ാമത്തെ ദിവസം കേരളത്തിൽ നിന്ന് മാത്രമായി 25 കോടി കിടക്കുന്നു. അങ്ങനെ വേൾഡ് വൈഡായിട്ട് 75 കോടിക്കടുത്ത് എത്തുന്നു എന്നുള്ള ഇതൊരു ഞെട്ടിപ്പിക്കുന്ന വിവരം തന്നെയാണ്. മലയാള സിനിമയിലെ തന്നെ ചരിത്രം മാറ്റിയിരുന്ന ലക്ഷണമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ലാലേട്ടൻ്റെ ചിത്രങ്ങളെല്ലാം ഇറങ്ങുമ്പം പ്രത്യേകിച്ച് പോസിറ്റീവ് വിട്ട് കഴിയുമ്പോൾ ആ ലെവലൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന അപ്പുറമാണ്. അതാണ് പല കണക്കുകൂട്ടലിൽ നിന്ന് നമ്മൾ തെറ്റിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോ തുടങ്ങിയതിന് ശേഷം ഇത്രമേൽ ഈ ട്വിസ്റ്റ് വന്നേക്കുന്ന ഒരു കളക്ഷൻ റിപ്പോർട്ട് നമ്മൾ കണ്ടിട്ടേ ഇല്ലെന്ന് തോന്നുന്നു. ഈ ട്രാക്കർമാർക്കായാലും കൃത്യമായിട്ട് ഒരു ഫിഗറിൽ നിൽക്കാൻ പറ്റുന്നില്ല. കാരണം ഇന്ന് വൈകുന്നേരം ഇത് പറഞ്ഞതിന് ശേഷം പിറ്റേന്നത് കൂട്ടിയാണ് ചിന്തിക്കുന്നത്, മാറ്റി പറയേണ്ടി വരും. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കാരണം ഈ കൃത്യധനം ഏകദേശം 4,30,000 ടിക്കറ്റ് വിറ്റെടുത്ത് പിന്നെ നമ്മൾ കാണുന്നത് 4,34,000 വിൽക്കുന്നത്. ഇപ്പം നമ്മൾ ബുക്ക് മൈ ഷോയിൽ എടുത്ത് നോക്കിയാലും ഏകദേശം 16,000 20,000 ടിക്കറ്റോളം മണിക്കൂർ വിറ്റ് പോയിട്ടിരിക്കുക. ഈ വിറ്റ് പോകുന്ന ടിക്കറ്റുകളെല്ലാം ആന്റണി പെരുമ്പാവൂർ മേടിച്ച് കൈവച്ചേക്കെന്ന് പറയാൻ പറ്റത്തില്ല, പുള്ളിയുടെ പടമല്ല. ഇനി രജപുത്ര രഞ്ജിത്ത് മേടിച്ച് കൈവച്ചേക്കുന്നതെന്ന് പറഞ്ഞിട്ട് വാദങ്ങൾ ഉന്നയിക്കുമോയെന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പുണ്ട്, തിയേറ്റർ പ്രവാഹം. കാരണം ഒരു തിയേറ്ററിലും നമ്മൾ പോയി കഴിഞ്ഞാൽ ട്രാഫിക് ബ്ലോക്കാണ്. വണ്ടികളൊക്കെ എടുത്തുകൊണ്ട് വരാൻ മണിക്കൂറുകളോളം കഷ്ടപ്പെടുന്ന അവസ്ഥ പല വീഡിയോകളും പുറത്തു വന്നു. ഇതൊക്കെ കാണുമ്പോൾ ഈ ചിത്രം ഒരു വൻ വിജയത്തിലേക്ക് മാറുന്നു. ഞാൻ നേരത്തെ രാവിലെ തന്നെ അഭിപ്രായപ്പെട്ട പോലെ ഇത് ഈ ആഴ്ച കൊണ്ട് 100 കോടിയിലേക്ക് മാറുമെന്ന് 100% ഉറപ്പാക്കിയിരിക്കുകയാണ്. കാരണം നാളത്തെ കളക്ഷൻ നമ്മൾ നോക്കുമ്പോൾ അഡ്വാൻസ് ബുക്കിംഗ് നോക്കുമ്പോൾ ഏകദേശം 2 കോടിക്ക് മുകളിലേക്ക് മാറിയിരിക്കുന്നു. അതുപോലെ ബുക്ക് മൈ ഷോയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വർക്കിംഗ് ഡേ ആണ് പ്രത്യേകിച്ച്. പക്ഷേ വർക്കിംഗ് ഡേയിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഞായറാഴ്ച ശനിയാഴ്ച അവധി ദിവസം കാണുന്ന ഒരു പ്രതീതിയാണ് തിയേറ്ററിൻ്റെ ബുക്കിംഗ് ചാർട്ടൊക്കെ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം വൈകുന്നേരം ഒന്നും ഒറ്റ ടിക്കറ്റ് നിലവിലില്ല എന്ന്. അപ്പം ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ചയും ഇതൊരു ഭയങ്കര ജനപ്രളയം തന്നെ സൃഷ്ടിക്കും എന്ന് തന്നെയാണ്, ജനപ്രവാഹം തന്നെ തിയേറ്ററുകളിൽ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചൊവ്വാഴ്ചത്തെ ടിക്കറ്റ് ബുക്കിംഗ് നോക്കിയാലും ആ അവസ്ഥ തന്നെയാണ്. അപ്പം ഈ ഒരാഴ്ച പിന്നിടുമ്പോൾ ഏകദേശം 150 കോടിയൊക്കെ കടക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഇത് കേൾക്കുന്നവർ ചിലപ്പം വിചാരിക്കും തള്ളാണെന്ന് വിചാരിക്കും. യാഥാർത്ഥ്യം നമുക്കറിയാമല്ലോ. ഞാൻ ഉടനെയൊന്നും ഇതൊന്നും വീഡിയോ ഒന്നും വിട്ടുപോകത്തില്ല. അപ്പം കുറച്ച് ദിവസത്തിന് ശേഷം ആ യാഥാർത്ഥ്യമായിട്ട് നമുക്ക് മനസ്സിലാവും.
അപ്പം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്താം. ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. വീണ്ടും എത്തും. ഓക്കെ.